Hi guys, I am starting for Star Trek YouTube channel. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയലുകളെയും പിന്നെ ഫോൾഡേഴ്സെയും എങ്ങനെ ലോക്ക് ചെയ്യാം, ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെ അത് എങ്ങനെ ലോക്ക് ചെയ്യാം അതുകുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ പിന്നെ അതിന് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. വരൂ, ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഈ ഫോൾഡറാണ് ഞാനിപ്പോൾ ലോക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഫോൾഡറിന് ഒരു കോമൺ നെയിം കൊടുക്കുക. ഫോൾഡർ ലോക്ക് അല്ലെങ്കിൽ പാസ്വേഡ് അങ്ങനെയുള്ള നെയിം കൊടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ സൺ എന്നൊരു നെയിമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുള്ള ആ പ്രോഗ്രാമിനെ ഇതിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഈ ഡോക്യുമെന്റിലാണ് ഞാനിപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ യുവർ പാസ്വേഡ് ഹിയർ എന്നുള്ള ആ സെന്റൻസിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോകുന്നു. അതിൽ ഏത് പാസ്വേഡ് ആണെങ്കിലും കൊടുക്കാം, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ഏത് പാസ്വേഡ് ആണെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ അതിൽ 12345 എന്നുള്ള പാസ്വേഡ് കൊടുക്കുന്നു. ആ പാസ്വേഡിന് മുമ്പും പിമ്പും ഒരു സ്പേസ് ഇട്ടേക്കുക. പിന്നെ അതിൽ ബാറ്റ് ഫോർമാറ്റിൽ സേവ് ചെയ്യുക. സേവ് എസ് എന്ന് കൊടുത്തിട്ട് ഈ താഴെയുള്ള ഫോർമാറ്റ് ആൾ ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫയലിന് ഏതൊരു നെയിം വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതിന് പാസ്വേഡ് എന്നുള്ള ഒരു നെയിമാണ് കൊടുക്കുന്നത്. .bat എന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാറ്റ് ഫോർമാറ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പഴയ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്യാം, അത് ആവശ്യമില്ല. ഇനി ഈ പാസ്വേഡ് ഫയലിനെ ഡബിൾ ചെയ്താൽ നമ്മുടെ ലോക്കർ ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഫോൾഡറിലാണ് നമ്മുടെ സീക്രട്ട് ഫയൽസ് പ്രൊട്ടക്ട് ചെയ്യാം. ഞാനിപ്പോൾ മൈ ഫയൽസ് എന്നൊരു സീക്രട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ ലോക്കറെ ലോക്ക് ചെയ്യാം. ഈ പാസ്വേഡ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഫോൾഡർ ലോക്ക് ചെയ്യണോ അങ്ങനെ ചോദിക്കുന്നു. നമ്മൾ ലോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വൈ മീൻസ് യെസ് അങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പാസ്വേഡ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പ് എൻ്റർ ചെയ്ത ആ പാസ്വേഡിനെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞു. നമ്മുടെ സീക്രട്ട് ഫയൽസ് അതിനകത്തുണ്ട്. പിന്നെ വീണ്ടും അത് ക്ലോസ് ചെയ്തിട്ട്
യെസ് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമ്മുടെ സീക്രട്ട് ഫയൽസ് ഒന്നും കാണാൻ പറ്റില്ല. വേറെ ഈ പാസ്വേഡ് ഫയൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ. താങ്ക് യു.